നമസ്കാരം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ രാജ്യാന്തര ബന്ധവും പുറത്തേക്ക്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണ്. നേരത്തെ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താനാണ് പിടിയിലായത്. തനിക്ക് കഞ്ചാവ് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന നിലപാട് സ്വീകരിച്ച തസ്ലീമയുടെ ഭർത്താവാണ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ചെന്നൈയിലെ എന്നൂരിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. അന്വേഷണത്തിൽ സുൽത്താന് ചെന്നൈയിൽ മൊബൈൽ ഷോപ്പ് ഉണ്ടെന്നും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനായി മലേഷ്യ അടക്കമുള്ള സ്ഥലങ്ങൾ സ്ഥിരം സന്ദർശിക്കാറുണ്ടെന്നും എക്സൈസ് കണ്ടെത്തി. ഇയാളാണ് ഹൈബ്രിഡ് കഞ്ചാവ് മലേഷ്യയിൽ നിന്ന് എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ നിഗമനം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം. ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് തസ്ലീമയും സഹായി കെ ഫിറോസും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാകുമ്പോൾ സുൽത്താനും 2 കുട്ടികളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ എക്സൈസ് ചോദ്യം ചെയ്യലിന് ശേഷം സുൽത്താനെ വിട്ടയക്കുകയായിരുന്നു. തസ്ലീമയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇയാളെ കുടുക്കിയത്. പിടികൂടിയ കഞ്ചാവ് വിൽപ്പനയ്ക്കായി തസ്ലീമയ്ക്ക് കൈമാറിയത് സുൽത്താനാണെന്നാണ് എക്സൈസ് കരുതുന്നത്. ഈ മാസം ആദ്യമാണ് 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീനയും കെ ഫിറോസ് എന്നയാളും പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ശ്രീനാഥ് ഭാസി അടക്കം സിനിമാ മേഖലയിലെ ചിലർക്ക് ലഹരി മരുന്ന് എത്തിച്ചിരുന്നു എന്ന വിവരം ലഭിച്ചിരുന്നു. തസ്ലീമയുടെ ഫോണിൽ ഇതിന് തെളിവുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത് സുൽത്താനാണ്. മലേഷ്യയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചത്. കഞ്ചാവ് മൊത്ത വിൽപ്പനക്കാരിൽ പ്രധാനിയാണ് സുൽത്താൻ. തമിഴ്നാട് സ്വദേശിയായ സുൽത്താൻ കേരളത്തിൽ ഇടപാട് നടത്തിയത് തസ്ലീമ വഴിയാണ്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തസ്ലീമ രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണിയാണെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറഞ്ഞിരുന്നു. ഇവർക്ക് സെക്സ് റാക്കറ്റുമായും ബന്ധമുള്ളതായി സംശയിക്കുന്നു. 6 ഭാഷ അറിയാവുന്ന തസ്ലീമ സിനിമാ തിരക്കഥ പരിഭാഷകളും അഭിനേതാവുമാണ്. ഈ ബന്ധം ഉപയോഗിച്ച് സിനിമാ മേഖലയിലെ ചിലരുമായി ലഹരി ഇടപാടുകൾ നടത്തിയതായും ഇവർ മൊഴി നൽകിയിരുന്നു. യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് യുവതി എറണാകുളത്ത് വിതരണം ചെയ്തിരുന്നു. ആലപ്പുഴയിലും വിതരണം സംവിധാനം ഉണ്ടാക്കിയതോടെ എക്സൈസിന്റെ പിടി വീഴുകയായിരുന്നു. അതേസമയം സിനിമാ മേഖലയിലെ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന ചെറിയ മീനല്ല. കണ്ണൂർ സ്വദേശിയായ തസ്ലീമ തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായും സ്ക്രിപ്റ്റ് പരിഭാഷകളുമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് ബോളിവുഡിലേക്ക് എത്തുന്നത്. ചെന്നൈയിൽ എത്തിയ ന്യൂജൻ സിനിമാക്കാരുമായി അടുത്ത തസ്ലീമ മട്ടാഞ്ചേരി മാഫിയയുടെ പ്രിയപ്പെട്ട സുഹൃത്തായി. ഇതോടെ കൊച്ചിയായി കേന്ദ്രം. 3 മലയാളം സിനിമകളിലെ മുഖം കാണിച്ചു. തൃക്കാക്കര കേന്ദ്രീകരിച്ച് മസാജ് പാർലർ നടത്തിയിരുന്നു തസ്ലീമ. മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുടുങ്ങിയതോടെ എല്ലാവരും എല്ലാം തിരിച്ചറിഞ്ഞു. അപ്പോഴും മട്ടാഞ്ചേരി മാഫിയ ക്രിസ്റ്റീനയെ മറന്നില്ല. മണിക്കൂറുകളോളം ഉന്മാദം കിട്ടുന്ന കനാബിസ് സിൻസിക്ക, കനാബിസ് സറ്റീവ ഇനങ്ങൾ മലയാള സിനിമയിലെ യുവ സൂപ്പർ താരങ്ങൾക്ക് പ്രിയങ്കരമായത് തസ്ലീമയിലൂടെയാണ്. സാധാരണ കഞ്ചാവിന് ഗ്രാമിന് പരമാവധി 300 രൂപയാണ് വിലയെങ്കിൽ ഇവയ്ക്ക് ഗ്രാമിന് 10,000 വരെയാണ് വില. അതുകൊണ്ട് തന്നെ താരങ്ങളെ പോലുള്ളവർക്ക് മാത്രമേ ഈ വില താങ്ങാനാകൂ. MDMAയും മറ്റ് രാസലഹരികളും തസ്ലീമയുടെ കൈകളിലൂടെ സുലഭമായി ഒഴുകിയിരുന്നതായാണ് നിഗമനം. സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള തസ്ലീമ ലഹരി ഇടപാടിൽ നിന്ന് ലഭിക്കുന്ന പണം ആഡംബര ജീവിതം നയിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്.